അപ്പോൾ ഇവിടെ ട്രെയിൻ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തുറക്കും. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പുറത്തുകൂടി ഇപ്പുറത്തുകൂടെയൊക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. ലോറി പോണ്, അതേപോലെ തന്നെ ബസ് പോണ്, അതേപോലെ തന്നെ KSRTC ഇതേ തൊട്ട് സൈഡിൽ കൂടെ പോണ്. നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ നമ്മുടെ കേരള ട്രാഫിക് മോഡ് ആഡ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേർക്കൊക്കെ ശരിയായി. നമ്മൾ അന്ന് ആഡ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ട്രാഫിക് മോഡാണ്. അപ്പോൾ കുറേ പേർക്കൊക്കെ 80% ആൾക്കാർക്കൊക്കെ ശരിയായി. പോളിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എത്ര പേര് ശരിയായിരുന്നു. അപ്പോൾ ഏകദേശം 80% ആൾക്കാർക്ക് ശരിയായിരുന്നു പറഞ്ഞു. പക്ഷേ കുറച്ച് പേര് ശരിയായില്ല. അപ്പോൾ നമ്മൾ അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കാണിച്ചത് നമ്മുടെ ലേറ്റസ്റ്റ് വെർഷൻ, അതായത് 4.2 KBRന്റെ മോഡ് നമ്മൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കുറച്ച് പഴയ വെർഷനാണ്, അതായത് അത്യാവശ്യം നല്ല അടിപൊളി കേരള ട്രാഫിക് മോഡാണ്. പഴയ മോഡലാണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു പോകുന്നത്. വീഡിയോയ്ക്ക് അടുക്കുന്ന ചാനൽ അറിയിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമ്മൾ പഴയൊരു ട്രാഫിക് മോഡാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്കൊക്കെ ശരിയായി, പക്ഷേ കുറച്ച് പേർക്ക് അത് ശരിയായില്ല എന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പഴയൊരു മോഡ് എന്നാലും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം, വർക്കാവുണ്ടോ നോക്കാം. ഇത് കേരള ട്രാഫിക് മോഡ്, അതായത് നമ്മുടെ KBR തന്നെയാണ്. കുറച്ച് മുമ്പത്തെ മോഡ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, KBR ട്രാഫിക് മോഡ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കേരള ട്രാഫിക് മോഡ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതെടുക്കുക. എടുക്കുമ്പോൾ കുറച്ച് നേരം ലോഡായതിനു ശേഷം കുറച്ച് ട്രാഫിക് മോഡുകൾ ഇങ്ങനെ അടിയിൽ കുറേ ലോഡായിട്ട് വരും. അതിൽ ഏറ്റവും പുതിയത് വേർഷൻ 4.2 ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തേൽ 4.1 ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 4.2ൻ്റെ തൊട്ട് താഴെയുള്ള 4.1, അതായത് വേർഷൻ 4.1.1 ഈ കാണുന്ന സംഭവമാണ് നമ്മൾ ജസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ സ്ക്രോൾ ചെയ്ത് അടിക്കുക. ഇവിടെ 2 സംഭവം കാണാം, ലിങ്ക് APK, ലിങ്ക് OBB. ആദ്യം APK എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് ചെയ്യണേ മുന്നേ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ബസ് സിമുലേറ്റർ അൺഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ വർക്കാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒറിജിനൽ APK, അതായത് ഈ ഒരു KBRൻ്റെ APK ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ OBB ഫയലും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആഡുകളൊക്കെ ഇടയിൽ കയറി വരും. അപ്പോൾ അത് ക്ലോസ് ചെയ്യുക. ലിങ്ക് OBBൻ്റെ അടിയിൽ അത് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ 2 ഫയലും ഡൗൺലോഡ് ആവുന്നുണ്ട്, ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ APKയും അതേപോലെ തന്നെ നമ്മുടെ 4.1 ട്രാഫിക് മോഡും OBB ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ അത് 2 ഡൗൺലോഡ് ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമ്മുടെ 2 ഫയലൂടെ ഡൗൺലോഡ് ആയിട്ട് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ APK ഫയലും അതേപോലെ തന്നെ നമ്മുടെ കേരള ട്രാഫിക്കിൻ്റെ OBB ഫയലും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ സെറ്റ് അച്ചീവറിൽ പോയിട്ടാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്ത് കാണിച്ചത്, അതായത് നമ്മുടെ ഫയൽസിൽ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അങ്ങനെയാണ് കാണിച്ചിരുന്നത്, മറ്റേ സെറ്റ് അച്ചീവർ ആപ്ലിക്കേഷനിൽ പോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. സെറ്റ് അച്ചീവർ ആപ്ലിക്കേഷൻ എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് APK എക്സ്ട്രാക്ട് ചെയ്യാം. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക, ഏതെങ്കിലും ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്കിത് എക്സ്ട്രാക്ട് ആയതിനു ശേഷം നമ്മുടെ APK ഫയൽ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ എക്സ്ട്രാക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഫോൾഡർ വന്നിട്ടുണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതൊന്നും കൂടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ APK ആപ്ലിക്കേഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമുക്ക് ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഇവിടെ സെറ്റിങ്സിലൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ സെറ്റിങ്സിൽ നമ്മുടെ അൺനോൺ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംഭവമില്ല, അതാണ് വന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മുടെ സാധാരണ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഓപ്പൺ ആവുന്ന പോലെ വരും. ഇവിടെ ലോ കൊടുക്കുക. അപ്പോൾ MLEO എന്നൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ വൈറ്റ് സ്ക്രീൻ വരും. അപ്പോൾ ഇവിടെയാണ് മിക്കവാറും എല്ലാവർക്കും പ്രശ്നം വരുന്നത്, അതായത് വൈറ്റ് സ്ക്രീൻ വരുന്നവരെ ഓക്കെയാണ് എല്ലാവർക്കും. വൈറ്റ് സ്ക്രീൻ വന്നതിന് ശേഷം ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി, പക്ഷേ കുറേ പേർക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. വൈറ്റ് സ്ക്രീൻ പ്രോബ്ലം ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈറ്റ് സ്ക്രീൻ ഇനി എങ്ങനെയാണ് മാറ്റാമെന്ന് കാണിച്ചു തരാം. ഇവിടെ വീണ്ടും ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫയൽസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ APK ആണ് ആദ്യം എക്സ്ട്രാക്ട് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ OBB എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ OBB ഫയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. നമ്മൾ ജസ്റ്റ് നമ്മൾ ഇതിലാണ് നേരത്തെ എക്സ്ട്രാക്ട് ചെയ്യുക. ഏത് ഫോൾഡറിൽ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ എക്സ്ട്രാക്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ OBB ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഫയൽ കിടക്കും. അപ്പോൾ ഇത് നമ്മളിനി നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ ഇതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അതിനായിട്ടാണ് നമ്മുടെ സെറ്റ് അച്ചീവർ ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് അച്ചീവർ ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിവൈസ് സ്റ്റോറേജ് കാണാം. അതിൽ നമ്മളിപ്പോൾ ഏത് ഇതിലാണ് പേസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഫോൾഡർ, ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്ത ഫോൾഡർ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം OBB ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മെയിൻ ഫയൽ ഇതുപോലെ കാണാം, അത് അമർത്തി പിടിക്കുക. അതിനുശേഷം കട്ട് അല്ലെങ്കിൽ കോപ്പി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കട്ട് കൊടുക്കുകയാണ്.
അതിനുശേഷം ഇവിടെ മുകളിലത്തെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് എടുക്കുക. അതിനുശേഷം OBB എടുക്കുക. ഇവിടെ ബസ് സിമുലേറ്റർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം നമ്മുടെ ട്രാഫിക് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഓപ്പൺ ആയത് അപ്പോൾ ദേ ഇവിടെ ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇതേ ഇവിടെ ഓപ്പണായി ലോഡായി വന്നു. നമ്മുടെ വൈറ്റ് സ്ക്രീനൊക്കെ മാറി. അപ്പോൾ ഇതേപോലെ ഒരു ബസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആ ഒരു മോഡിൽ കിട്ടുന്ന ബസ്സാണിത്, കുറച്ച് മോഡിഫൈഡ് ആയിട്ടുള്ള ബസ്സാണിത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്രീ മോഡ് എടുക്കുക. ഫ്രീ മോഡ് എടുത്തതിന് ശേഷം ഏതെങ്കിലും ലൊക്കേഷൻ സെലക്ട് ചെയ്യുക, ഗോ കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് ലോഡായിട്ട് വരിക. ഇത് നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ നമ്മുടെ OBB ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമ്മുടെ സാധാരണ ലോഡാണ് വിൻഡോ മാറിയിട്ട് ഈ ഒരു രീതിയിലായിരിക്കും ലോഡായിട്ട് വരിക. കേരള ട്രാഫിക് V8 എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ലോഡായിട്ട് വരും. അപ്പോൾ ഇത് ലോഡായിട്ട് വന്നതിന് ശേഷം നമ്മുടെ ട്രാഫിക് ഓക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഗെയിം തുടങ്ങി. നമുക്കൊന്ന് പുറത്തേക്കൊന്ന് വണ്ടി ഒന്ന് ഇറക്കി വെക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ മെയിൻ റൂട്ടിലേക്ക് ഇറക്കി നമ്മുടെ കേരളത്തിലത്തെ വണ്ടികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇറക്കി നോക്കാം. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ ബസ്സുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ട്രെയിൻ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തുറക്കും. അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പുറത്ത് കൂടെ ഒക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടികളാണ് ഈ കാണുന്നതൊക്കെ. അതായത് ലോറി പോണ്, അതേപോലെ തന്നെ ബസ് പോണ്, അതേപോലെ തന്നെ KSRTC ഇതേ തൊട്ട് സൈഡിൽ കൂടെ പോണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡ്. അപ്പോൾ ഇത് മുമ്പത്തെ വെർഷനാണ്, 4.1 ആണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ 4.2 ആണ്. സെയിം സ്റ്റെപ്സിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കംപ്ലീറ്റ് ആയി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ. നിങ്ങൾ സംശയങ്ങൾ പറയാൻ താഴെ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക. ചെറിയ വീഡിയോ ആണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.